ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? പിന്നെ ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങള് ഈ ഗൗരി ലച്ചൂസ് ഉണ്ടാക്കുന്ന ബൺ മസ്ക കഴിച്ചിട്ടുണ്ടോ? അമ്മായിയേ, എന്തടേ അമ്മായി, എടാ ഞാനൊന്ന് എടുത്ത് വെക്കിട്ട്. പിന്നെ അത് എടുത്ത് വെക്കട്ടെ, വരൂല, ഒന്നിങ്ങ് വരുമോ? എന്താണ് നീ ഇങ്ങനെ വിളിച്ചു ഊണ്? ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇത് കണ്ടു നോക്ക്. എന്റെ പൊന്നു മക്കളെ, അറിഞ്ഞോ അറിയാതെയും കഴിച്ചു കഴിഞ്ഞാ വയറിന് നല്ല 8ന്റെ പണി കിട്ടും. വയറിന് പണി കിട്ടി എന്ത് പറ്റും? വയറ്റിന്ന് പോവും. വയറ്റിന്ന് പോയി എന്ത് പറ്റും? പിന്നെയും വിശക്കും. പിന്നെയും വിശന്നാ പിന്നെയും കഴിക്കും. പിന്നെയും പോവും. പിന്നെയും കഴിക്കും. പിന്നെയും പോവും. അങ്ങനെ കഴിച്ചും പോയും തന്നെ ജീവിതം അവസാനിപ്പിക്കണോ? എന്താന്ന് വെച്ചാ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു അങ്ങോട്ട് ചെയ്യാം. വയറ്റിന്ന് പോവാതിരിക്കണമെങ്കിൽ അത് കഴിക്കാതിരിക്കുക. പിന്നെ വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിച്ചിട്ടും കളയിക്കാം. എന്തായാലും ഞാൻ പോയിട്ട് വയറ്റിന് സുഖം കിട്ടും നല്ല സൂപ്പർ ഫുഡ് എന്തായാലും മേടിച്ച് കഴിക്കട്ടെ. വിളി അവനെ വിളി. എന്താണ് ഒരു കിണി മുഖത്ത്? അല്ല ഞാൻ ഇങ്ങനെ പറ. എന്താ? ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചിട്ട് നിനക്ക് എപ്പോഴാണ് വയറിളകിയത്? ഇളകില്ലല്ലോ. പിന്നെ നീ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിട്ടാ വീഡിയോ ചെയ്തിട്ടെ? അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നിന്റെ ചൊറി കാണിക്കാനുള്ളതല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അയ്യോ, ഞാൻ ചൊറി കാണിച്ചൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലടെ മനുഷ്യന്. എന്താ പറയാ? വായ തോന്നിവാസല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ വായ തോന്നിയവാസമല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ നീ വിളിച്ചത്. എന്റെ പിള്ളേരെ, നിങ്ങൾ അവനോട് വഴക്കിട്ടുണ്ടോ? നിങ്ങൾ നേരത്തെ പോവാൻ നോക്ക്. എന്റെ അമ്മൂമ്മ ഇവൻ ചെയ്തു വെച്ച എന്താ അമ്മൂമ്മക്ക് അറിയോ? എന്തുവാ കാണിച്ചോളൂ. ഇത് നോക്കിക്കേ, ഇവൻ പറയാ ഞങ്ങൾ ഉണ്ടാക്കിയ ബൺമസ് കഴിച്ച വയറിളകൂന്ന്. വീഡിയോ ചെയ്തിട്ടേക്കുന്നു സോഷ്യൽ മീഡിയയിൽ. കേശു, എന്റെ പൊന്നമ്മൂമ്മ, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ തുടങ്ങാൻ പോണ പരിപാടിയിലോട്ട് എന്നെയും കൂടെ ഒന്ന് ചേർക്കുമെന്ന്. അപ്പൊ അവരെന്തോ പറഞ്ഞെന്നറിയോ? അയ്യോ പറ്റൂല, നിന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ബർക്കത്തില്ല, നിനക്ക് ഐശ്വര്യമില്ല, ഞങ്ങളുടെ പരിപാടി പൊളിയുമെന്ന്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം വീഡിയോ എടുത്ത് എല്ലാരെയും അറിയിച്ചു. ആഹാ, അത്രേ ഉള്ളോ കാര്യം? മക്കളിങ്ങോട്ട് നീങ്ങിന്നേ. ശരി ശരി ശരി. ബൺമസ്കി കുഴപ്പമൊന്നുമില്ല. ബൺമസ്ക തെച്ച ബട്ടനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പോരെ. മര്യാദക്ക് എന്തുവാന്ന് വെച്ചാ ഇപ്പൊ ഈ നിമിഷത്തിൽ ചെയ്തോണം. വേണ്ടമ്മ, ഇനി അവനൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൈ ഞാൻ വെട്ടിക്കൊള്ളുന്ന സമയം പണ്ടേ കഴിഞ്ഞു. കളിക്കല്ലേ? തരാടാ. നിന്നെ പോലത്തെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് തെറ്റെന്നും പറഞ്ഞോണ്ട് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ കുറെ എണ്ണ ഇറങ്ങിക്കോളും. വള്ളി നിക്കർ ഇട്ട് കൊടുക്കാൻ ഒരു സിനിമ ഇറങ്ങിയാൽ മതിയല്ലോ. കുറെ എണ്ണങ്ങൾ അപ്പം ഇറങ്ങും, കുറെ റിവ്യൂവും കമന്റും ഇട്ടുകൊണ്ട്. എന്നിട്ട് ആ സിനിമയുടെ കഥ മൊത്തം പറയുകയും ചെയ്യും. ഇങ്ങനെ വെറുതെ വീഴ്മയാണ് തെറ്റ്. പറവേ, ക്യാമറ ഓൺ ചെയ്. ഇത് കണ്ടോ? എന്റെ വിദ്യയാണ് ഇന്ന്. ഉണക്കിയ. നമസ്കാരം, ഞാൻ ലച്ചു. ഞാൻ ഗൗരി. ഞങ്ങളാണ് ഗൗരി ലച്ചൂസ് ബൺമസ്ക ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചാല് വയറിളകും എന്നാണ് ഈ സാറ് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാറിനെ കൊണ്ട് ഈ ഇരിക്കുന്ന ബൺമസ്ക മൊത്തം തീറ്റിച്ചിട്ട് വയറിളകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള 24/7 ലൈവ് ഞങ്ങൾ നിങ്ങളെ സ്ട്രീം ചെയ്യും. അതെ, എന്നിട്ട് റിസൾട്ട് നമുക്ക് അങ്ങനെ കാണാം. ഞാനില്ല, ഇത് വയറിളകില്ലെങ്കിൽ വയറ് പൊട്ടി ഞാൻ ചാവും. ഞാൻ ഇല്ല പരിപാടിക്ക് ഞാൻ പോണു. എവിടെ പോണ്? വേണ്ട